ശ്രീമന്നാരായണീയം ദശകം 23 ദക്ഷചരിതവും ചിത്രകേതുവുപാഖ്യാനവും. ശ്ലോകം 4. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രാക്ശൂരസേന വിഷയേ കില ചിത്രകേതു പുത്രാഗ്രഹീ നൃപതിരംഗിരസ പ്രഭാവാത് ലബ്ധ്വൈകപുത്രമഥ തത്ര കഥേ സപത്നീ സംഘൈ അമുഹ്യദവശസ്തവമായയാസൗ. കഴിഞ്ഞ 3 ശ്ലോകങ്ങളായിട്ട് ദക്ഷചരിതം നമ്മൾ കണ്ടു. ഇനി ചിത്രകേതുവിൻ്റെ ചരിതമാണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു ദക്ഷന്റെ പുത്രിയായ അദിതിയുടെ മകളുടെ മകനായ ത്വഷ്ടാവിൻ്റെ, അതായത് ഇവിടെ മകളുടെ മകൻ എന്ന് പറഞ്ഞാൽ അദിതിയുടെ മകനായ ത്വഷ്ടാവ്, ദൗഹിത്രൻ. മകളുടെ മകൻ എന്ന് പറഞ്ഞത് ദക്ഷന്റെ മകളുടെ മകൻ. അപ്പൊ ആ ത്വഷ്ടാവിൻ്റെ, അത് 12 ആദിത്യന്മാരിൽ ഒരാളാണ് ത്വഷ്ടാവ്. ആ ത്വഷ്ടാവിന് രചന എന്ന അസുര സ്ത്രീയിൽ ജനിച്ച പുത്രനാണ് വിശ്വരൂപൻ. അപ്പോൾ ബൃഹസ്പതി ദേവഗുരുവായിരുന്നു. ഒരിക്കൽ ഇന്ദ്രനുമായിട്ട് പിണങ്ങി പോയി. ആ സമയത്ത് ബ്രഹ്മാവിന്റെ ഉപദേശമനുസരിച്ച് ഈ വിശ്വരൂപനെ പുരോഹിതനായിട്ട് ദേവന്മാര് വരിച്ചു. ആ വിശ്വരൂപൻ നാരായണ കവച മന്ത്രം ഉപദേശിച്ചു കൊടുത്തു ദേവേന്ദ്രന്. ആ മന്ത്രം കൊണ്ട് എല്ലാ ശത്രുക്കളിൽ നിന്നും രക്ഷ നേടി ദേവാസുര യുദ്ധത്തിലൊക്കെ വിജയിക്കുകയും ചെയ്തു ദേവേന്ദ്രൻ. ഇനി ഈ വിശ്വരൂപന്റെ അമ്മ അസുര സ്ത്രീയാണ് രചന. ഇവിടെ യജ്ഞഭാഗം വിശ്വരൂപൻ ആരും അറിയാതെ അസുരന്മാർക്ക് കൊടുത്തു. അസുരന്മാരോടുള്ള ആ ഒരു താല്പര്യം മൂലം. ഇത് അറിഞ്ഞ് കോപിച്ച് ദേവേന്ദ്രൻ ഈ വിശ്വരൂപനെ വധിച്ചു കളഞ്ഞു. വിശ്വരൂപന്റെ അച്ഛൻ ത്വഷ്ടാവ് ഇന്ദ്രശത്രുവായ ഒരു പുത്രൻ ജനിക്കുവാൻ വേണ്ടി ഒരു ഹോമം നടത്തി. ഇന്ദ്രനെ എങ്ങനെയെങ്കിലും, തൻ്റെ പുത്രനെ കൊന്നവനായതുകൊണ്ട് ഇന്ദ്രനെ എങ്ങനെയും വധിക്കണം. അപ്പൊ ഇന്ദ്രന്റെ ശത്രുവായിട്ടുള്ള ഒരു പുത്രൻ ജനിക്കാൻ വേണ്ടിയിട്ടൊരു ഹോമം നടത്തി. ഹോമത്തില് മന്ത്രങ്ങൾ ചൊല്ലിയപ്പോൾ വന്ന ചെറിയ പിഴവ് മൂലം ഹോമകുണ്ഡത്തിൽ നിന്ന് വൃത്രാസുരൻ ഉണ്ടായി. ഈ വൃത്രാസുരൻ ഇന്ദ്രന്റെ ശത്രു അല്ലായിരുന്നു, ഇന്ദ്രനെ മിത്രമായിട്ട് കാണുന്നവനായിരുന്നു. ആ മന്ത്രത്തിന്റെ ചൊല്ലിയതിൽ വന്ന പിഴവ് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഇനി ആ വൃത്രാസുരന്റെ പൂർവജന്മകഥ, വൃത്രാസുരൻ ഇതിനു മുമ്പ് ആരായിരുന്നു എന്നുള്ള കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത്. പണ്ട് ശൂരസേന വിഷയേ രാജ്യത്ത്, ശൂരസേന രാജ്യത്ത് ചിത്രകേതു എന്ന് പേരായിട്ട് പുത്രനെ ആഗ്രഹിക്കുന്ന ഒരു നൃപതി രാജാവ്, നൃപതി കില, അസീർ കില, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. രാജാവ് ഉണ്ടായിരുന്നുവല്ലോ. പണ്ട് ശൂരസേന രാജ്യത്ത് ചിത്രകേതു എന്ന് പേരായിട്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന് പുത്രന്മാരുണ്ടായില്ല.
ചിത്രകേതുവിന് അനേകം ഭാര്യമാരുണ്ടായിരുന്നു, കോടി ഭാര്യമാരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു പുത്രൻ ഉണ്ടായില്ല. അതുകൊണ്ട് ഒരു പുത്രൻ ഉണ്ടാകാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആ രാജാവ് അദ്ദേഹം അങ്കിരസ് എന്ന മഹർഷിയുടെ പ്രഭാവത്താൽ, ആ അങ്കിരസ് മഹർഷിയുടെ ആ അനുഗ്രഹത്താൽ ഇവിടെ ഏകപുത്രം ലബ്ധ്വ, ഒരു പുത്രനെ ലഭിച്ചിട്ട് അങ്കിരസ് മഹർഷി വന്ന് അവിടെ ഒരു യാഗം ചെയ്യിച്ചു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ആ രാജാവിന് ഏറ്റവും മൂത്ത ഭാര്യയായ കൃതദ്യുതിയിൽ ഒരു പുത്രൻ ഉണ്ടായി. ഇവിടെ കോടി ഭാര്യമാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ പുത്രൻ ഉണ്ടായ ആ ഭാര്യയോട് രാജാവിന് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടായി. അപ്പൊ കൃതദ്യുതിയില് കൂടുതൽ സ്നേഹം ഭർത്താവിനുണ്ട്, തങ്ങളോട് ഇത്തിരി സ്നേഹക്കുറവുമുണ്ട് എന്ന് കണ്ട് മറ്റുള്ള ഭാര്യമാരൊക്കെ അസൂയപ്പെട്ടു. അവരെ എല്ലാവരും കൂടെ കൂടി ഈ പുത്രന് വിഷം കൊടുത്ത് കൊന്നു. പിന്നെ ആ പുത്രൻ ഉണ്ടായിക്കഴിഞ്ഞിട്ട് പിന്നെ തത്ര ആ പുത്രൻ സപത്നീ സംഘൈ, രാജാവിൻ്റെ മറ്റ് പത്നിമാരാൽ ഒരുപാടുള്ളത് കൊണ്ടാണ് ഇവിടെ സംഘൈ എന്ന് പറഞ്ഞേക്കണം, മറ്റു പത്നിമാരാൽ ഹതേ കൊല്ലപ്പെട്ടപ്പോൾ തവ നിന്തിരുവടിയുടെ മായയാൽ അവശ ദുഃഖിതനായി അമുഖ്യത് മോഹാലസ്യപ്പെട്ടു. തൻ്റെ പുത്രൻ മരിച്ചു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ മറ്റു ഭാര്യമാര് വിഷം കൊടുത്ത് കൊല്ലുകയാണ് ആ പുത്രനെ. ചിത്രകേതുവും കൃതദ്യുതിയും ഇവിടെ മോഹാലസ്യപ്പെട്ട് വീണു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.